ക്ലാസ്സിൽ പോകാണ്ട് ഇവിടെ മഴയത്ത് കളിക്കണോ? ഞാനൊന്നും പോണില്ല. അതെന്താ? ഞാൻ അസൈൻമെന്റ് എഴുതിയിട്ടില്ല. അതെന്താ എഴുതാത്തെ? ഇന്നലെ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. എന്ത്? ഒന്നുമില്ല. വരുന്നോ കളിക്കാൻ? ഈ മഴയത്തോ? ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അകത്ത് പോയി ആ സൈക്കിള് ചവിട്ടെ. വാ വാ, മഴ കൂടുവാ. പോയി തല തോർത്ത പനി പിടിക്കും. ഒരു കിസ്സല്ലേ ആ മിസ്സായി നടന്നു പോകുന്നത്? ഞാൻ പോട്ടെ. ഏയ് പോലെ നിക്ക്. ഓ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അവളെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. കിച്ചുവേട്ടൻ എവിടെ? റോഷന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. വാ തപ്പ. എന്നിട്ട് എന്തിനാ? പണിയുണ്ട്. ആ, ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇല്ലേ, അതാ ഞാൻ പറഞ്ഞു. കിച്ചുവേട്ടാ, ആ, ഒരു കാര്യം പറയട്ടെ. എന്താ? അനന്തേട്ടന്റെ കൂടെയുള്ള പെണ്ണിനെ ശ്രദ്ധിച്ചോ? അവര് നല്ല മാച്ച് ഉണ്ടല്ലേ. കിച്ചുവേട്ടാ, സോറി മോളെ, നീ കാര്യം പറ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. എന്തിനാ? എന്തിനാ? കിച്ചുവേട്ടനെ കാണാൻ. പോടി. സത്യം. ഇതവളുടെ പുതിയ പ്ലാനാണോ? അല്ലാണ്ട് പിന്നെ. ഇപ്പൊ നോക്കുന്നില്ലല്ലോ. അത് ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ. കിച്ചുവേട്ടൻ അങ്ങോട്ട് പോയി വളക്കേ. ഷേ, ഞാനോ? എനിക്കൊക്കെ വളയോ? വളയ്ക്കണം. അതിലാണ് കിച്ചുവേട്ടന്റെ മിടുക്ക്. എത്ര കാലാന്ന് വെച്ചാ സിഗ്മ മേലാണെന്ന് പറഞ്ഞ് നടക്കുക. ശരിയാ, BGM ഇട്ട് സ്റ്റാറ്റസ് ഇടാൻ മാത്രമേ രസമുള്ളൂ. ആ, അതാ പറഞ്ഞേ. പോയി വളക്കേ. എങ്ങനെ? ഇപ്പത്തെ പെൺപിള്ളേരൊക്കെ ക്ലീൻ ഷേവിനും കൊറിയൻ ലുക്കിനും അഡിക്റ്റ് ആണ്. ക്ലീൻ ഷേവ് ഓക്കെ, ബട്ട് ലുക്ക് അതൊക്കെ ഉണ്ട്. പോയി വളക്കേ. ഫസ്റ്റ് ഡയലോഗിൽ തന്നെ അവള് വണ്ടർ അടിച്ച് ഫ്ലാറ്റ് ആവണം. ഓക്കെ, കൊറിയ അല്ലേ? യെസ്. ഓക്കെ, ഞാൻ പോയി വളച്ചൊടിച്ചിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. വളയ്ക്കോ? വാ, പോയി നോക്കാം. എക്സ്ക്യൂസ് മീ. യെസ്. ചംചിം ചോ. പുള്ളിക്ക് കൊറിയയും ചൈനയും ഒന്നും വലിയ പിടിയില്ല തോന്നുന്നു. ഞാൻ ക്ലീൻ ഷേവ് ആണ്. അയിനി കിച്ചേട്ടാ, അപ്പോട്ടെ വിളിക്കുന്നു. വേഗം വാ. ബൈ സോയി ചേച്ചി. ആ പെണ്ണിനോട് എന്ത് വിവരക്കേടാ പോയി പറഞ്ഞേ? നീ അല്ലേ പറഞ്ഞു ഇപ്പത്തെ പെൺപിള്ളേര് കൊറിയൊക്കെ അഡിക്റ്റ് ആണെന്ന്? അതിന് ചൈനീസ് ആണോ പറയുന്നേ? ആ, ചൈനയും കൊറിയ ഒന്നല്ലേ? എപ്പോ തൊട്ട്? ഐഷ്, ലോകവരില്ലാത്ത പിള്ളേര്. ചൈനയുടെ തലസ്ഥാനം അല്ലേ കൊറിയ? എന്റെ പൊന്നണ്ണ, ചൈന വേ കൊറിയ റേ, രണ്ടും രണ്ട് രാജ്യമാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കിച്ചേട്ടനീ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്നൊന്നും കേട്ടിട്ടില്ലേ? ആ, മറ്റേ ടോട്ടോ വെക്കുന്ന പുള്ളി. ഭാഗ്യം, അതറിയാം. ഒന്നുമില്ല, കിച്ചേട്ടൻ പൊക്കോ. അപ്പൊ വളയ്ക്കണ്ടേ? അയ്യോ വേണ്ട. എന്റെ അടുത്ത് 1-2 ടിപ്സ് കൂടെ ഉണ്ട്, പുറത്തെടുക്കാതെ വെച്ചിരിക്കുവാ.
ദൈവത്തെ ഓർത്ത് പുറത്തെടുക്കരുത്. അപ്പോ 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 മുട്ടക്കറി മുട്ടക്കറി. അപ്പത്തിന് മുട്ടക്കറിയാടാ നല്ലത്. ഇവനാ ഞാനിന്ന്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ. ഇനി നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും കൂടി ഇതുപോലെ ഒന്ന് കൂടണം. അയ്യോ, പറയും പോലെ നിങ്ങൾ ഈ മാസം അവസാനം പോവില്ലേ? പിന്നെ ഇവരുടെ കല്യാണത്തിന്. ഓ, അവരിപ്പോഴേ നാടവാ. അപ്പൊ എല്ലാം നന്നായി നടക്കട്ടെ. ശരിയെന്നാ. ജാനു വീട്ടിലെത്തിയിട്ട് വിളിക്കേ. അല്ല, ഇതിനെ കൊണ്ടുപോകുന്നില്ലേ? അതിനെ അതിന്റെ വഴിക്ക് വിട്ടിരിക്കോ, വരുമ്പോ വരട്ടെ. സാരമോളെ. ആ പോട്ടാ. റോഷന്റെ കൂടെ അല്ലേ പോകുന്നേ? ആയേട്ടാ. നോക്കി വണ്ടി എടുത്ത് പോണട്ടോ. ഓക്കെ. അപ്പൊ ശരി, എന്നാ ഞങ്ങളും പോവാ. ശരിടി, വിളിക്കേ. അല്ല, സോയ എവിടെ? ഇനി ഒരു അവളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ? ഏയ് സോയ, പോകുന്നില്ലേ? ആ, ഇറങ്ങുവോ? നീ ഒന്ന് ടൗണിലാക്കോ? ഷുവർ. ഞാനുണ്ട് ടൗണിലോട്ട്. എന്തിന്? എനിക്കൊരു സാധനം മേടിക്കാനുണ്ട്. എന്ത്? പേഴ്സണൽ. ശരി, കേറ്. ജാനു, ഞങ്ങൾ പോയിട്ട് വരാം. ആയേട്ടാ. ആർച്ചയ്ക്ക് എന്താ മേടിക്കാനുള്ള? പാഡ്. ഓ, അതായിരുന്നോ? എന്നാ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ വാങ്ങിട്ട് വരില്ലായിരുന്നോ? എനിക്കിതൊന്നും വേറെ ആരും വാങ്ങി തരുന്നത് ഇഷ്ടല്ല. ഞാൻ വിചാരിച്ചു അനന്ത് ഈ കാര്യത്തിലൊക്കെ ഷൈ ആയിരിക്കുന്നു. ഏയ്, ഇവിടെ എനിക്ക് ജാനുവിനെ പോലല്ലേ. സോ സ്വീറ്റ്. ഓടി തള്ളച്ചി. അപ്പൊ ശരി, നീ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ? നോക്കാം. ശരി, ഞാൻ എന്നാ പോട്ടെ, വിളിക്കാം. ഓക്കെ. ഇനി നിനക്ക് എവിടെയാ പോണ്ടേ? എവിടുന്നാ മേടിക്കുന്നേ? വീട്ടിൽ പോവാം. അപ്പൊ പാഡ്? വീട്ടിൽ പോവാന്ന്. നീ എങ്ങോട്ടാ? മുകളിലോട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. റൂമിലോട്ട് വാ. എന്തിനാ ലോക്ക് ചെയ്യുന്നേ? ഞാൻ നിങ്ങൾക്ക് ആരെ പോലെയാന്നാ പറഞ്ഞേ? എപ്പോ? വണ്ടി നാ സോയയോട്. ഞാൻ നിങ്ങൾക്ക് ആരെ പോലെയാന്നാ പറഞ്ഞേ? ജാനുവിനെ പോലെ.